എന്നാടാ? എന്തോ നടയത്? 3 കുപ്പിയും 2 ഗ്ലാസും. അതെടാ, ശക്തമായൊരു തിരിച്ചുപോക്കൽ ഒരുങ്ങാ വക്കച്ചൻ. നീ എവിടെ പോകാൻ പോണു? ഭൂതകാലത്തിലേക്ക്. അതെവിടെയാ? വർത്തമാനകാല ജീവിതം എനിക്ക് മടുത്തടാ രവി. ഭാവിയെക്കുറിച്ച് തീരെ പ്രതീക്ഷയില്ല. അപ്പൊ നല്ലത് ഭൂതകാലം തന്നെ. ലിയോ, കലർപ്പില്ലാത്ത, ആകുലതകളില്ലാത്ത ഭൂതകാലം, നഷ്ടബോധങ്ങളില്ലാത്ത ഭൂതകാലം. തിരിച്ചു പോടാ നമുക്കങ്ങോട്ട്. എന്നാടാ? നീ വല്ല കഞ്ചാവ് വലിച്ചിട്ടുണ്ടോ? ഏയ്, ഇപ്പൊ വലിച്ചിട്ടില്ല, പക്ഷെ വലിക്കും. പിന്നെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരുമാതിരി വൃത്തികെട്ട സാഹിത്യം. എടാ, പ്രേമിച്ച പെണ്ണിനെ വേറൊരുത്തം കിട്ടിയ ഏതൊരുത്തരും സാഹിത്യകാരനായി പോവും. ഇവിടെ സാഹിത്യകാരന്മാർ ഉണ്ടായിട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാ. വല്ലാത്തൊരു അറിവ് തന്നെ. ഇങ്ങനെ പോയാ നിനക്കൊരു ജ്ഞാനവീട് ഉറപ്പാ. വേണ്ട, അതൊന്നും വേണ്ട. സാഹിത്യകാരൊന്നും ആവണ്ട എനിക്ക്. പിന്നെ എനിക്ക് തോന്നിയ വാസിയായാ മതി. അതേടാ, തോന്നിയതുപോലെ ജീവിക്കണം എനിക്ക്. കണ്ടില്ലേ, 3 ഫുള്ള് വേണ്ടേ? ഒന്നാന്തരം നാടൻ മാങ്ങ കീറിയിട്ട് ഉപ്പുതീരിലിടിച്ച് അതിന്റെ മേലെ മുളക് പൊടി വിതറിയ ടച്ചിങ്സ്. അർമാദിക്കണം എനിക്ക്. സത്യം പറ, ആത്മഹത്യ ചെയ്യാനാണോ പ്ലാൻ? ഒരിക്കലുമില്ല. തോന്നുമ്പോഴൊക്കെ കുടിച്ചു ജീവിക്കണം. ഒടുവിലെ തല പൊക്കാനാവാതെ കിടക്കുമ്പോ തലക്കരികിലിരിക്കുന്ന മദ്യക്കുപ്പി കൈയെത്തിയെടുത്ത് കുടിക്കണം. ഒടുവിൽ പച്ചവെള്ളം പോലും അകത്തേക്ക് ഇറങ്ങില്ല എന്നുള്ളൊരവസ്ഥയിലും സ്ഥലകാല ബോധം പോലും നശിച്ച് തലച്ചോറ് മരവിച്ചങ്ങനെ കിടക്കണം. ആകെ ഒരു ശൂന്യതായിരിക്കും അപ്പോ. എന്നിട്ട് അതൊരു സുഖമാടാ ടി ജി രവി. പിന്നെ ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവുണ്ട്. മദ്യപിക്കാനാകാതെ ഉറങ്ങാനാകാത്ത അവസ്ഥ, ഒന്നും കഴിക്കാനാകാത്ത മനം പുരട്ടല്, അത് ആസ്വദിക്കണം എനിക്ക്. ഭയങ്കര രസാ. അതോടെ നിർത്തൂ നീ. ഏയ്, ഒന്ന് നോർമൽ ആവുമ്പോ ഒരു ചെറിയ റെസ്റ്റ്, പിന്നെ വീണ്ടും തുടങ്ങും. എന്താ നീ ഉദ്ദേശിക്കുന്നേ? സ്വയം പീഡനം, തീരുമാനിച്ചുറപ്പിച്ചുള്ള തെമ്മാടിയകല്. കൂടുന്നോ നീ? എനിക്കെങ്ങും വയ്യ. എന്നാ ഇവിടെ തുടങ്ങുക വക്കച്ചൻ. ഇഷ്ടമുള്ളതുപോലെ, ഒരു നിയന്ത്രണമില്ലാത്ത ജീവിതം. തൽക്കാലം നിങ്ങൾ ഇവിടെ നിൽക്ക്. ചടങ്ങുകളൊന്നും തെറ്റിക്കണ്ട. ഞാനെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്, എടുത്താ മതി. എന്നാ വാ. എന്നതാ ഇങ്ങനെ നോക്കുന്നേ? ഇങ്ങനെ ലില്ലിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആണോ? ഇപ്പോഴാണോ അത് തോന്നിയേ? തിരക്കും ആൾക്കാരും അല്ലായിരുന്നോ? ഇപ്പോഴാ പറയാൻ പറ്റി. ലില്ലിക്കുട്ടി, നിലവിളക്ക് വാങ്ങിക്കും. അധികം വാങ്ങിക്കും. ഇനി പ്രാർത്ഥനയോടെ വലതുകാല് വെച്ച് കയറിക്കോളൂ. കേറിക്കൂ. ഇവിടെ പൂജാമുറിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വിളക്ക് ഇവിടോട്ട് വെച്ചിട്ട് പ്രാർത്ഥിക്ക്. അവിടെ വെച്ചു.
ഹലോ. പാലും തന്ന് മണിയറയിലേക്ക് മരുമകളെ പറഞ്ഞയക്കേണ്ടത് അമ്മായിയാ. അമ്മായി ഇല്ലാത്തോണ്ട് ആ ഡ്യൂട്ടി തൽക്കാലം നാത്തൂൻ ഏറ്റെടുക്ക. കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, ദാ പിടിച്ചോ. മണിയറ വരെ കൊണ്ടാക്കണോ ഞാൻ? വേണ്ട. എങ്കിൽ സമാധാനത്തോടെ ചെല്ല്. വിഷ് യു എ ലവിംഗ് ഫുൾ ലൈഫ്. താങ്ക് യു. ലില്ലി, ഒന്നുമില്ല. ആ പാല് പാതി കുടിക്ക, എന്നിട്ട് ബാക്കി താ. എന്താ അത്? ചെയ്തതൊക്കെ തെറ്റായി പോയിന്ന് തോന്നുന്നുണ്ടോ ഇപ്പോ? ഇല്ല, ശരിയാ ചെയ്തതെല്ലാം. എനിക്കും സുബ്രുവിനും മാത്രം മനസ്സിലാവുന്ന ശരികൾ. പക്ഷെ അതാരും അംഗീകരിച്ചില്ലല്ലോ സുബ്രു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലല്ലേ? ഷെവലിയർ കുര്യാക്കോസ് എന്ന പേര് മാത്രമേ എനിക്കറിയൂ. കണ്ടോർമ്മയില്ല. ആടുമറിയായിരുന്നു എന്റെ ലോകം. ആ അമ്മച്ചിയുടെ കാൽ കീഴിലായിരുന്നു എന്റെ സ്വർഗം. തോമാച്ചായനും സേവിച്ചാനും അച്ചായന്മാര് എനിക്ക് കൂട്ടുകാരായിരുന്നു. എന്റെ എല്ലാ വാശിക്ക് മുൻപിലും തോറ്റു തന്നിട്ടുള്ളവര്. അത് അവരായിട്ട് തോറ്റു തന്നിട്ടുള്ളതാ. പക്ഷെ ഇപ്പോ ഞാൻ അവരെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ സുബ്രു? എന്റെ അമ്മച്ചിയുടെ നെഞ്ച് തകരുന്നത് എനിക്ക് കേൾക്കാം. കാരണം ഞാനും ഒരു പെണ്ണാ. നമുക്ക് മക്കളുണ്ടാവും സുബ്രു. അവരും വളർന്ന് വലുതാവും. ഒരു പാതിരാത്രിയില് നമ്മളെ തള്ളിപ്പറഞ്ഞ് അവരിറങ്ങിപ്പോയാ ആ വേദന ഞാൻ ഇപ്പോഴേ അറിയാ. അതൊന്നും ഇനി ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. ലില്ലി ഇപ്പൊ അനുഭവിക്കുന്ന അതേ സങ്കടം ഞാനും അനുഭവിക്കല്ലേ. ധിക്കരിച്ചൊന്നു മാത്രല്ല, കുലം മുടിച്ചവനെന്ന ഇപ്പൊ പേര്. കുടുംബവും സമുദായവും തള്ളിക്കളഞ്ഞ് തീണ്ടാപ്പാടകലേക്ക് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവൻ. എനിക്കറിയാം. കണ്ണീരൊഴുക്കി ഉറങ്ങാതിരിക്കുന്നൊരമ്മ ഇപ്പൊ ഇല്ലത്തുണ്ടാവും. അതിന് പോലും ആവാതെ ചങ്ക് തകർന്ന് ജീവിക്കണ ഒരച്ഛനും ഉണ്ടാവും മനയില്. അവർക്ക് ആർക്കും സന്തോഷം കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ. നമുക്കിങ്ങനെ
ഒന്നാകാതിരിക്കാൻ പറ്റുമായിരുന്നോ ലില്ലിക്കുട്ടി? പറ്റുമായിരുന്നു. നമുക്കൊന്നാവാതിരിക്കാമായിരുന്നു. പക്ഷെ കൊച്ചുകളത്രയിലെ ഇപ്പോഴത്തെ ദുഃഖം അതുപോലെ തന്നെ ഉണ്ടായേനെ. സുബ്രു എനിക്കൊപ്പം ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ജീവനോട് ഉണ്ടാവുമായിരുന്നില്ല. ലില്ലി ഇല്ലാതെ ജീവിക്കാൻ എനിക്കാവുമെന്ന് തോന്നുന്നുണ്ടോ? അറിയാം സുബ്രു, എങ്കിലും ഒരു വേദനയാ മനസ്സിൽ. നമ്മളുടെ ഇഷ്ടം കാരണം ഇത്രയും ആൾക്കാരെ വിഷമിപ്പിക്കേണ്ടി വന്നില്ല. അത് ഓർക്കുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കരയരുത് ലില്ലി. ഇനിയും കരഞ്ഞ എന്റെ ധൈര്യം കൂടെ ചോർന്നു പോകും. എനിക്ക് എന്നെ സ്നേഹിച്ചവരും സുബ്രുവിന്റെ വീട്ടുകാരും നൽകിയ വില ഇന്ന് നമ്മൾ കണ്ടതല്ല. ലോകത്ത് ഏറ്റവും വലിയ തെറ്റ് ചെയ്ത രണ്ടുപേരാ നമ്മള്. എനിക്ക് സുബ്രുവിന്റെ അരികിലിരിക്കണം, സ്വന്തം ഒന്ന് കരുതി സംസാരിക്കണം. അതിനപ്പുറം ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഞാൻ. കാലം കരുതി വെച്ചിരിക്കുന്ന ഒരു പേരുണ്ട് എനിക്ക്. ഒരു മരം കയറി പെണ്ണ്, ഇരുട്ടിന്റെ മറവിൽ ആണിന്റെ മുറിയിൽ കയറി പറ്റുന്നവൾ. മതി, വേണ്ട. ലില്ലി എന്താണെന്ന് എനിക്കറിയാം, അതുപോലെ. മതി. ഇനി എന്റെ ലോകം സുബ്രു മാത്രമാണ്. എനിക്കിന്നെല്ലാം മറക്കണം. അതിന് ഈ സാമീപ്യം മാത്രം മതി എനിക്ക്. ആദ്യരാത്രി എന്ന സങ്കല്പം വേണ്ട നമുക്ക്. കിടന്നോളൂ, സമാധാനമായിട്ട് ഉറങ്ങിക്കോളൂ. ഞാനുണ്ടാവും കൂടെ മരണം വരെ. കിടക്കുന്നില്ലേ അമ്മച്ചി? ഉറക്കം വരണ്ടേ? സങ്കടങ്ങൾ ഉറഞ്ഞുകൂടി മനസ്സങ്ങ് മരവിച്ചു പോയി. ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മളെ വേണ്ടാത്തോണ്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത്. നമുക്ക് ഇനി അവളെ വേണ്ടാന്നങ്ങ് തീരുമാനിച്ച പോരെ? അങ്ങനെ സാധിച്ചിട്ട് വേണ്ടേ? അവരുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല. ഒരുപാട് പ്രതീക്ഷകളായിരുന്നു മനസ്സിൽ. കല്യാണം കഴിപ്പിച്ച് ഇവിടെ തന്നെ താമസിപ്പിക്കാനായിരുന്നു ഞാൻ തീരുമാനിച്ചത്. വക്കച്ചനോട് ഞാൻ അങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അവളെ കാണാതിരിക്കാനുള്ള അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയായിരുന്നില്ല. എന്നിട്ടിപ്പോ എന്റെ സ്നേഹം മുഴുവൻ ചവിട്ടി തേച്ച് കളഞ്ഞിട്ട് അവളങ്ങോട്ട് പോയി. പോട്ടെ അമ്മച്ചി, എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. ഇനി അങ്ങനെ ഒരു പെങ്ങളില്ലാന്ന് മനസ്സിൽ ഉറപ്പിച്ചേക്കോ ഞാൻ. പറയാൻ എളുപ്പ, നെഞ്ചു പൊടിയുന്ന സങ്കടം മറച്ചു വെക്കാൻ പറ്റത്തില്ലല്ലോ. എന്താ നീ ആലോചിക്കുന്നത്? കണ്ണനെ കുറിച്ചല്ലാതെ വേറെന്താ ആലോചിക്കാനാ ഞാൻ? കുടുംബത്തിന്റെ വിളക്കായിരുന്നല്ലോ അവൻ. വിളക്ക് കെടുത്തിയത് അവൻ തന്നെയല്ലേ? കാരണവന്മാരുടെ ശാപം വാങ്ങി വെച്ചതും അവൻ തന്നെയല്ലേ? ജന്മദോഷം അല്ലാതെന്താ? ഒരു ദോഷവും ഇല്ലാതിരുന്ന കുട്ടിയാ. സ്വാമിനാഥന് കുറുമ്പിത്തിരിയേറും. അതുപോലെയായിരുന്നില്ല കണ്ണൻ. അടക്കവും ഒതുക്കവും എല്ലാവരോടുമുള്ള സ്നേഹവും ഒക്കെ അവനായിരുന്നു കൂടുതൽ. എന്നിട്ടും ആരുടെയോ കണ്ണ് കിട്ടിയതുപോലെയായി.
ഇതങ്ങ് പിടിപ്പിക്കുക വെച്ച്. ഇനി വേണോടാ രവി, ചിലപ്പം ഞാനങ്ങ് പൊട്ടിക്കരഞ്ഞു പോവും. കരയടാ, നിന്റെ സങ്കടം കണ്ണീരായി അണപൊട്ടി ഒഴുകട്ടെ, ശാന്തമാകട്ടെ എല്ലാം. എങ്കിൽ കഴിച്ചേക്കാം. ലില്ലിക്കുട്ടി സുബ്രഹ്മണ്യൻ ഇന്ന് രാത്രി എടുക്കുന്ന പാലാണെന്ന് കരുതിയാണ് കുടിച്ചോ. പോടാ, കൊണ്ടുവാ, കൊണ്ടുവാ. എടാ, നിന്റെ ഈ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. നിന്റെ വിഷമം മാറാൻ ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരണ്ടേ? എനിക്കറിയത്തില്ല രവി, ആകെ ഒരു വെപ്രാളോ ഈ നെഞ്ചത്ത്. പടപടാന്ന് ഇടിക്കുക ഹൃദയം. എന്നാ ചെയ്യാനടാ? ആ, ഞാൻ നിനക്കൊരു പാട്ട് വെച്ചിരട്ടെ. ആശ്വാസം കിട്ടുവാടാ. പിന്നെ എടാ, ഏത് വേദനയും മാറ്റാൻ പറ്റുന്ന നല്ല മരുന്നല്ലേ സംഗീതം. എന്നാ നീ പാട്ട് വേ. അല്ലെങ്കിൽ ഞാൻ പാടിയ മതിയോ? ഓ, അതിലും ഭേദം ഈ വിഷമം ഞാനങ്ങ് സഹിക്കുന്നതാ. ഓ, എന്നാ മൊബൈലിൽ വെച്ചുതരാം. ഈ പാട്ട് തന്നെ വേണമായിരുന്നോടാ. നിനക്കിഷ്ടായില്ലേ? എങ്കിൽ വേറെ വെച്ചുതരാം. മംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും മുറിയിലും മുളകരച്ച് തേക്കാനോടാ. ആണോടാ? എന്താണെന്നറിയില്ല, അടിപൊളി പാട്ടൊന്നും വരുന്നില്ല. വേറെ ഒരെണ്ണം നോക്കാം. ആ, കിട്ടി. അടിപൊളി ആയിട്ടാ നിന്റെ എല്ലാ വിഷമം മാറും. ദാ. എന്റെ കണ്ണുമ്പി കണ്ടോട്ട് പോ. ഈ യൂട്യൂബിൽ പഴയ പാട്ട് മാത്രമേ ഉള്ളോ?
ആ